വെൽക്കം ബാക്ക് ടു ഇൻജീനിയസ് അക്കൗണ്ട്സ് ആൻഡ് കോമേഴ്സ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഗാപ്പ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ സബ്ജക്റ്റ് നമുക്ക് കുറച്ചും കൂടി ഈസി ആവും. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷനൊന്നും ഇല്ലാതെ ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഗാപ്പ് എന്ന്. നമുക്കറിയാം, അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ ബിസിനസ്. ബിസിനസ് അഫയേഴ്സ് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിലൂടെയാണ്. അങ്ങനെയുള്ള ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഈ അക്കൗണ്ടിങ് പല ഫേംസും പല രീതിയിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫേം തന്നെ പല വർഷങ്ങളിൽ പല രീതിയിലാണ് അക്കൗണ്ടിങ് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ടിങ്ങിന് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. അങ്ങനെ യൂണിഫോമിറ്റി ഉണ്ടായില്ലെങ്കിൽ നമുക്ക് രണ്ട് ഫേംസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഒരു ഫേമിൻ്റെ തന്നെ 2 വർഷത്തെ റിസൾട്ട് നമുക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ടു ബ്രിങ് അബൌട്ട് യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് ആൻഡ് ടു മേക്ക് ദ അക്കൗണ്ടിങ് ലാംഗ്വേജ് മോർ റിലയബിൾ, മീനിങ്ഫുൾ ആൻഡ് കമ്പയറബിൾ, accountants have commonly agreed on some principles. These principles are known as generally accepted accounting principles, that is GAP. അക്കൗണ്ടിങ് ലാംഗ്വേജിന് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനും ആ ലാംഗ്വേജ് മോർ റിലയബിൾ, മീനിങ്ഫുൾ ആൻഡ് കമ്പയറബിൾ ആക്കാനും വേണ്ടി അക്കൗണ്ടൻസ് എഗ്രി ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന പ്രിൻസിപ്പിൾസാണ് ഗാപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇനി ഈ ഗാപ്പിന് 2 സെക്ഷൻസ് ആണുള്ളത്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും അക്കൗണ്ടിങ് കൺവെൻഷൻസും. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ബേസിക് റൂൾസ് ഓർ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ചെയ്യാനുള്ള ബേസിക് റൂൾസ് ഓർ ബേസിക് പ്രിൻസിപ്പിൾസിനെയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്? കൺവെൻഷൻസ് എന്ന് പറയുമ്പോൾ പ്രാക്ടീസസ് ഫോളോഡ് ബൈ ദ അക്കൗണ്ടൻസ് ഗ്ലോബലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. അക്കൗണ്ടൻസ് ഒരുപാട് വർഷങ്ങളായി പിന്തുടർന്നു വരുന്ന കുറേ പ്രാക്ടീസസ് ഓർ കസ്റ്റംസ്, അതിനെയാണ് എന്ത് പറയുന്നത്, കൺവെൻഷൻസ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ അത് ബേസിക് റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്, whereas conventions are the practices followed by the accountants globally over a period of time. ഓക്കെ, അതാണ് കൺസെപ്റ്റ്സും കൺവെൻഷൻസും. ഇനി ഈ കൺസെപ്റ്റ്സിൻ്റെയും കൺവെൻഷൻസിൻ്റെയും കാര്യത്തിൽ ഒരു ബുക്കിൽ കൺസെപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള അതേ മാറ്റർ വേറൊരു ബുക്കിൽ കൺവെൻഷനായി ട്രീറ്റ് ചെയ്തിട്ടുള്ളത് കാണാം. അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ബുക്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഏത് രീതിയിലാണ് പറയുന്നതെന്ന് വെച്ചാൽ അതുപോലെ പ്രിപ്പയർ ചെയ്താൽ മതി, അതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് എന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കൺവെൻഷൻസിനെ കുറിച്ച് മാത്രമാണ്. ശ്രദ്ധിക്കുക, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന്. ആദ്യത്തെ കൺവെൻഷൻ കൺസിസ്റ്റൻസിയാണ് ആദ്യത്തേത്. എന്താണ് കൺസിസ്റ്റൻസി? കൺസിസ്റ്റൻസി പറയുന്നത് വി മസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്ത് കാര്യത്തിൽ? വി മസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ് ഇൻ ഫോളോയിങ് ദ അക്കൗണ്ടിങ് മെത്തേഡ്സ്. നമ്മൾ അക്കൗണ്ടിങ് മെത്തേഡ്സ് കൺസിസ്റ്റൻ്റായി ഫോളോ ചെയ്യണം. അതായത് ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെയുള്ള എല്ലാ വർഷങ്ങളിലും അതേ മെത്തേഡ് തന്നെയായിരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുമായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമുക്കതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം. പക്ഷേ ഒരിക്കൽ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള എല്ലാ വർഷങ്ങളിലും അതേ മെത്തേഡ് തന്നെയായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ എല്ലാ വർഷങ്ങളിലോ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടോ നമുക്ക് ഈ മെത്തേഡ്സ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതാണ് കൺസിസ്റ്റൻസി പറയുന്നത്. വി മസ്റ്റ് ബി കൺസിസ്റ്റൻ്റ്ലി ഫോളോ ദ അക്കൗണ്ടിങ് മെത്തേഡ്സ്. പക്ഷേ നമുക്കത് മാറ്റം ഒരു അനിവാര്യമാണെങ്കിൽ നമുക്കത് മാറ്റാം. അങ്ങനെ വരുമ്പോൾ ആ മാറ്റം നമ്മൾ കറക്റ്റായി ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ബുക്സിൽ ഡിസ്ക്ലോസ് ചെയ്യണം. മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ മാറ്റത്തിൻ്റെ ഇഫക്റ്റ് എത്രയുണ്ടെന്ന് കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ബുക്സിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു മാറ്റം വരുത്തിയാൽ ആ മാറ്റം വരുത്തിയെന്നും ആ മാറ്റത്തിൻ്റെ ഇഫക്റ്റ് എന്താണെന്നും കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായി ഡിസ്ക്ലോസ് ചെയ്യണം. അതാണ് കൺസിസ്റ്റൻസി. ഇനി രണ്ടാമത്തേതാണ് ഡിസ്ക്ലോഷർ.
ഡിസ്ക്ലോഷർ പറയുന്നത് വി മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ ദ ഫാക്ട്സ്, വി കനോട്ട് ഹൈഡ് എനിത്തിങ്. ഒന്നും നമ്മൾ ഹൈഡ് ചെയ്യാൻ പാടില്ല, എല്ലാ ഫാക്ട്സും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു മാറ്റം വരുത്തിയാൽ നമ്മളത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണമെന്ന്. മാറ്റം വരുത്തിയാൽ മാത്രമല്ല, നമ്മൾ ഏത് മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏത് മെത്തേഡിലാണ് സ്റ്റോക്സ് വാല്യൂ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി ഡെപ്റ്റേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ സെക്യൂർഡ് ഡെപ്റ്റ്സ് എത്രയുണ്ട്, അൺസെക്യൂർഡ് ഡെപ്റ്റ്സ് എത്രയുണ്ട്, ഇതും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ മാറ്റേഴ്സും ഒന്നും ഹൈഡ് ചെയ്യാതെ എല്ലാം തന്നെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് മെറ്റീരിയാലിറ്റി. മെറ്റീരിയാലിറ്റി പറയുന്നത് ഇപ്പോൾ ഒരു മാറ്റർ സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റർ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഡിസ്ക്ലോഷറിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൂടിയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മൾ എല്ലാ മാറ്ററും ഡിസ്ക്ലോസ് ചെയ്യണമെന്ന്. പക്ഷേ ഒരു മാറ്റർ സിഗ്നിഫിക്കൻ്റ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ മെറ്റീരിയൽ അല്ല എങ്കിൽ ആ ഫാക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടില്ല ബുക്സിൽ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വർഷാവസാനം വരുന്ന സ്റ്റേഷനറിയുടെ സ്റ്റോക്ക്. സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ പെൻസിൽ, പെൻ, ഷാർപ്നർ, എറേസർ, ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക്. അതൊരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ അങ്ങനെ ഒരു ചെറിയ എമൗണ്ട് നമ്മുടെ ബുക്സിൽ സ്റ്റോക്കായിട്ട് കാണിക്കേണ്ടതില്ല. ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് മാത്രം അത് കാണിക്കേണ്ടതില്ല. ഇനി സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കി തന്നെയാണ് ഒരു ഫാക്റ്റ് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് ഒരു ഫാക്റ്റിൻ്റെ എമൗണ്ട് സിഗ്നിഫിക്കൻ്റ് അല്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു മാറ്റർ നമ്മൾ ബുക്സിൽ ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല, അല്ലാത്തത് മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി. അതാണ് മെറ്റീരിയാലിറ്റി പറയുന്നത്. ഇനി കൺസർവേറ്റിസം. എന്താണ് കൺസർവേറ്റിസം എന്ന് നോക്കാം. കൺസർവേറ്റിസം പറയുന്നത് അക്കൗണ്ടിങ് ഈസ് ഓൺ എ കൺസർവേറ്റീവ് ബേസിസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൺസർവേറ്റീവ് ബേസിസിലാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് വിൻഡോ ഡ്രസ്സിങ് പാടില്ല. വിൻഡോ ഡ്രസ്സിങ് ഈസ് നോട്ട് അലൗഡ്. വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് അതിൻ്റെ യഥാർത്ഥ പൊസിഷനേക്കാൾ മെച്ചമായി കാണിക്കുന്നതിനെയാണ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അതായത് ഓവർ വാല്യുവേഷൻ ചെയ്യാൻ പാടില്ല, അണ്ടർ വാല്യുവേഷനും പാടില്ല. ഓവർ വാല്യുവേഷൻ മാത്രമല്ല, അണ്ടർ വാല്യുവേഷനും പാടില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യൂ ഓവർ വാല്യൂ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കൂടുതലായിട്ട് കാണും. അങ്ങനെ യഥാർത്ഥ പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ കാണിക്കാൻ പാടില്ല. മാത്രമല്ല ഇപ്പോൾ ഇനി അത് ഓവർ വാല്യുവേഷൻ്റെ കാര്യം. ഇനി അണ്ടർ വാല്യുവേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അസറ്റിൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് കാണിച്ചാൽ അത് സീക്രട്ട് റിസർവ്സ് കീപ്പ് ചെയ്യുന്നതിന് തുല്യമാവും. സീക്രട്ട് മാറ്റേഴ്സ് ഒന്നും പാടില്ലെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വി മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ ദ ഫാക്ട്സ്. അതുകൊണ്ട് അതും സാധ്യമല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ തന്നെ കാണിക്കണമെന്നാണ് കൺസർവേറ്റിസം പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ കൺവെൻഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് വീണ്ടും പറയാണ്, ഇതൊക്കെ ഈ കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്, എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഏതൊക്കെയാണ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്? കൺസിസ്റ്റൻസി, ഡിസ്ക്ലോഷർ, മെറ്റീരിയാലിറ്റി ആൻഡ് കൺസർവേറ്റിസം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് കൺസെപ്റ്റ്സ് ഓഫ് അക്കൗണ്ടിങ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.